ഹായ്, ഹലോ, നമസ്കാരം, ഹരി ഓം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു വിനോദമാണെൻ്റെ. ജോലിയും ചെയ്യും, പുസ്തകവും വായിക്കും. കടയിലിരിക്കുന്നതുകൊണ്ട് ഉച്ച സമയത്തൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. പക്ഷേ എനിക്കിങ്ങനെ ഈ കടയിലൊന്നും ഇരിക്കുന്നത്, എനിക്ക് കുക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി അതാണ് ആഗ്രഹം. അത് ഞാൻ ചെയ്യും താമസിക്കാതെ. ഇപ്പം ഗ്യാസൊക്കെ സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങിയല്ലോ, അപ്പം അതിലോട്ട് തന്നെ പ്രവേശിക്കണം. ഇതെനിക്ക് അത്ര സുഖമുള്ള പരിപാടിയല്ല. ഇങ്ങനെ ഇരുന്ന് എനിക്ക് കുക്ക് ചെയ്യുക, എൻ്റെ ഉള്ളിൽ ഹെൽപ്പറും വേണം. എന്നിട്ട് 100 പേർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. അതെനിക്കിഷ്ടവും. അപ്പോൾ അങ്ങനെ അത് ചെയ്യണം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇതൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു ജെയിംസ് അലൻ എഴുതിയൊരു പുസ്തകമുണ്ട്, മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ തന്നെ. അതിനകത്തെ ഒരു അധ്യായമാണ് സമൃദ്ധിയെ യാഥാർത്ഥ്യമാക്കൽ. സത്യസന്ധത, വിശ്വാസം, ഉദാരമനസ്കത, സ്നേഹം എന്നിവ നിറഞ്ഞ ഹൃദയത്തിന് മാത്രമേ യഥാർത്ഥ സമൃദ്ധി സാക്ഷാത്കരിക്കാൻ കഴിയൂ. ഈ ഗുണങ്ങളില്ലാത്ത ഹൃദയത്തിന് സമൃദ്ധി എന്തെന്നറിയാൻ കഴിയില്ല. സത്യസന്ധത വേണം, വിശ്വാസം വേണം, ഉദാരമനസ്കത വേണം, സ്നേഹം എന്നിവ നിറഞ്ഞല്ലേ നമ്മളിൽ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടെങ്കിൽ നമുക്ക് സമൃദ്ധിയെ കൈവരിക്കാനാണ്. നമ്മൾ സ്വാർത്ഥതയൊക്കെ കളയണം. സ്വാർത്ഥമായ മനസ്സ്, നമ്മൾ സ്വതന്ത്രമാണ്, നമ്മൾ ഹൃദയം വിശാലമാകണമെന്ന് പറയത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താ പറയുന്നത്, അതിനെ കൂടുതൽ പറയാൻ കുറച്ചുകൂടി ചിന്തിക്കണം. അത് തന്നെയാണ് ഈ ഭഗവത്ഗീത. അതാണ് അതുകൊണ്ടാണ് ഞാൻ എന്ത് വായിച്ചാലും എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണല്ലോ ഭഗവാൻ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ നാരായണ ഗുരുദേവൻ പറഞ്ഞേക്കുന്നത് ഇത് തന്നെയാണല്ലോ. ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് എന്ത് വായിച്ചാലും ഈ പുസ്തകം എന്നാലും ഇതിൻ്റെ കൂടെ ഞാൻ കുറേ പുസ്തകങ്ങൾ മേടിച്ചിട്ടുണ്ട്. ബോധമനസ്സിൻ്റെ ശക്തി, അതൊക്കെ വായിക്കും. അപ്പം ഞാൻ വിചാരിക്കും ഇത് തന്നെയല്ലേ ഭഗവാനും പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സൈക്കോളജിയും കൂടെ പഠിക്കും. നമ്മുടെ സൈക്കോളജി ഒന്നും എടുക്കേണ്ട, സ്പോർട്സ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. കുറേ സയൻസുമായിട്ട് നമ്മൾ ഈ ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങ് പേടിച്ച് ഭയന്നില്ലേ ദൈവത്തെയൊക്കെ. എനിക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ബോധം ദൈവം അമ്പലത്തിൽ പോയി അയ്യോ ഒന്ന് തൊഴുത് അവിടെ പോകുമ്പം അവിടെ അങ്ങ് എൻ്റെ അറിവില്ലാത്ത കാലത്ത് അതായിരുന്നു. അവിടെ അമ്പലത്തിനകത്ത് ദൈവം ഇരിപ്പുണ്ട്, പക്ഷെ അവിടെ വിഗ്രഹമുണ്ട്, വിഗ്രഹത്തിന് ശക്തിയുണ്ട്. അവിടെ മന്ത്രങ്ങളുടെ ഒരു നമുക്ക് ഇല്ലേ ഒരു മന്ത്രങ്ങളൊക്കെ അതിൻ്റെ ഒരു വൈബ്രേഷനുണ്ട്, അത് ശാന്തിയുണ്ട്, അതിനോടൊരു ശക്തിയൊക്കെ ഉണ്ട് നമുക്ക്. അതൊക്കെ കിട്ടും. പക്ഷേങ്കിൽ അവിടെ മാത്രമല്ല ദൈവം എന്നല്ലേ ഭഗവത്ഗീതയും നാരായണ ഗുരുദേവ കൃതികളുമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടല്ലേ, സർവ്വതിലും എല്ലാത്തിലും ഈശ്വരൻ്റെ ഒരു ഇതുണ്ട് എന്ന് അങ്ങനെ മനസ്സിലാക്കി നമുക്ക് ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ പിന്നൊരു നല്ലൊരു അനുഭവമാണ് ജീവിതം. അത് അനുഭവിക്കുക, അത് ഞാൻ പറയും അതിന് ഈ നാമം തന്നെയാണ്. നമുക്ക് നാമം ജപിച്ച് അതിലൊരു ആനന്ദം കണ്ടെത്താൻ കഴിയും. അത് മുടങ്ങാതെ നമ്മൾ ചെയ്യണം. നമുക്ക് ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്ത് 3 ദിവസം നമ്മൾ മടുക്കും. അപ്പം നമ്മൾ വിചാരിക്കുക ഇതൊന്നും ചെയ്യുന്നത് കൊണ്ട് ഞാനിത് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും. പക്ഷെ നമ്മളതിങ്ങനെ തുടരെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അങ്ങനെ വിളക്ക് രാവിലെ ഒരു അമ്പലത്തിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു, പോരുന്നു, വൈകിട്ട് വിളക്ക് കത്തിക്കുന്നു, പിന്നെ ഒരു നാമം, അത് നമ്മുടെ വഴിപാട് കഴിക്കുന്ന പോലെ നമ്മളൊരു നാമവും ചൊല്ലുന്നു. പക്ഷെ അതിലുപരിയായിട്ട് എപ്പോഴും നമ്മളൊരു നാമത്തിലൊക്കെ, അതാണ് ഗുരുദേവനൊക്കെ പറയുന്നത്, മായാ മനു ഒരു വെട്ടും ഇരിക്കാം അല്ലേ, വനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യാം. അതും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് മായാമനു എപ്പോഴും നമ്മുടെ ഇങ്ങനെ എപ്പോഴും ഉള്ളിലൊരു നാമം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ അവന് പിന്നെ ഒരു വേലയും ചെയ്യണമെന്ന് പറഞ്ഞ് ചുമ്മാ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് മായാമനൂര് വിട്ടൂരുണ്ട് അവിടെ ഇരുന്ന് കൊണ്ട് പണം തരുമെന്നല്ല. എല്ലാ വേല ചെയ്യുമ്പോഴും എന്ത് ചെയ്താലും ഈശ്വരനാമത്തിൽ ചെയ്യുക, അത്രയൊക്കെ തന്നെ. ഇനി മറ്റു മായാമനൂര് വിട്ട് ഒരിക്കൽ വേറൊരു വേല ചെയ്യേണ്ടെന്ന് പറഞ്ഞ് മനുഷ്യൻ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇനി വേറൊരു പണിയും ചെയ്യേണ്ട ഇതും ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതി 3 നേരത്തെ ഭക്ഷണം മുന്നിൽ വരും. അതൊരിക്കലും ഇല്ല. അതിനുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള മാർഗ്ഗമൊക്കെ ഈശ്വരൻ നമുക്ക് തരുമെന്നേ തരും. അപ്പം കുഞ്ഞു അറിവുകളൊക്കെ പങ്കുവയ്ക്കുകയാണ്. ഓരോരുത്തരൊക്കെ നമ്മളിനി എന്തൊക്കെ പറയുമോ ദൈവത്തിനറിയാമല്ലേ. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ഒരു സന്തോഷം, ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക്.